വൈകിട്ട് അങ്ങോട്ട് വരികയും പോവുകയും സ്കൂളിൽ അത് CBSE ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ചെയ്യിക്കും. ഞാനാ എന്തെങ്കിലുമൊക്കെ ചെയ്യോ. പ്രശ്നമായിരിക്കുമോ? നിങ്ങൾ ഇപ്പോഴാണ് എടുത്തു നിങ്ങളെ എവിടെക്കാർ ഇവിടെ വന്നിരിക്കുന്നു. പറയണ്ട വൈഫ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇല്ല ഇല്ല ഷാജി വന്നു. ഇതാ ജോമിയുടെ നേരെ മൂത്തയാള്, ഞാൻ ഏറ്റവും മൂത്തത്. Good evening, ladies and gentlemen, esteemed clients, respected guests, and all the invitees present here. It is indeed a matter of great pride and privilege to welcome you all to the invitation from. Now I request the President to call the meeting to order. ബഹുമാനിയായ ജഡ്ജ് KT പ്രദീപ്, നമ്മുടെ MLA മാണിക്കാവൻ, നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസർ മാഗി മേനമർദ്ദൻ, ജോസി ജോഡി, കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എനിക്ക് എൻ്റെ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ലയൺസ് ക്ലബ് ഓഫ് പാലായിലെ 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ രജിസ്ട്രേഷൻ 29/2024 വൈകിട്ട് 8 മണിക്ക് ഔട്ട്ഗോയിങ് പ്രസിഡന്റ് ലയൺ ജോൺസൺ നാടുകൂടത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ജോണി ഞാർക്ക്, നമ്മുടെ ഇന്ന് വളരെയധികം താല്പര്യമെടുക്കുന്ന ഒരു വ്യക്തിയാണ് ദേവി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്മിത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, ഒരു മകളാണ് നിലനിൽക്കുന്നത്. ട്രഷററായിട്ടുള്ള ശ്രീ ജിമ്മി പുലിക്കുന്നൻ പ്രശസ്തമായ പുലിക്കുന്നൻ ഫാമിലി സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു പ്ലാനറാണ്. അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും അനേക രാജ്യങ്ങളും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ റെയർ ഒക്കേഷൻസ് ആണ്.
അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജു കൂടി എത്തിയിട്ടുണ്ട്. 3 മക്കളാണ്. അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ആന്റണി വൈപ്പിനെയാണ് ഞാൻ പുതിയതായി ചാർജ് എടുക്കാൻ പോകുന്ന 25-26 വർഷത്തെ എല്ലാ ഭാരവാഹികൾക്കും ആശംസകൾ അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു നല്ല വർഷം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. താങ്ക് യു. ആദരണീയ പ്രസിഡന്റ് ജോണിയാണ് നമ്മുടെ ലയൻ അംഗവും പാല MLA-യുമായ മാണി ചപ്പൻ MLA, ചാർട്ടേഡ് മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങൾ മൂന്നുപേരുമാണ് ലയണസ് ലിയോയെ നയിക്കാൻ അവരുടെ നമുക്കറിയാമല്ലോ ഏതൊരു സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ വളരെ കെട്ടുറപ്പെന്ന് പറയുന്നത് നമ്മുടെ ട്രഷറാണ്. അതിന് പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം പണം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഡ്യൂസൊക്കെ അന്ന് ഒരു ഡിസംബറിന് മുന്നേ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിജയമാണ്. മനസ്സിലാക്കുക തീർച്ചയായിട്ടും ട്രഷർക്ക് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡാണ് പ്രസിഡന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. പിന്നെ എല്ലാ നമ്മുടെ ബോഡിയിലെ എല്ലാ മാസവും സെക്രട്ടറി നമ്മുടെ അഡ്വക്കേറ്റ് ബേബി സൈമൺ ആണ്. ബേബി സൈമണൊക്കെ ഒരു അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാലാ പ്രസിഡന്റ് ജോണി അറത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് KP പ്രദീപ് അവർ, മാണിസിക്കാപ്പൻ MLA. നമുക്ക് തീരുമാനിച്ചിരുന്നത് 9 മണിക്ക് നമ്മുടെ പ്രോഗ്രാം തീർക്കണമെന്നാണ്. ഇനി 15 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ഈ 25-26 വർഷത്തെ ലയൺസ് ക്ലബിനെ നയിക്കാൻ തിരഞ്ഞെടുത്ത ലയൺസ് ക്ലബിലെ ഓരോ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ്, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു ആപ്തവാക്യമുണ്ട്, ഫിയറ്റ് ജസ്റ്റിഷ്യാർ വാക്കോളം, ലോകം തന്നെ ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ. ആ രീതിയിൽ തന്നെ ഡയസിലിരുന്ന് പാലാ കോടതിയിൽ നീതി നടപ്പാക്കുന്ന നമ്മുടെ ജഡ്ജിയാണ് നമുക്കിന്ന് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത്, ജസ്റ്റിസായിട്ട് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാർട്ട് ചെയ്തിരുന്ന മാഗി ജോസ് മേനാൻ പറമ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പാലാ ലയൺസ് ക്ലബിലെ അംഗം മാണിസിക്കാപ്പൻ MLA, അതുപോലെ തന്നെ ഇന്നിവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എൻ്റെ ഫാദറിൻ്റെ ഡോക്ടർ മജിനി മാവേലിൽ, ഡോക്ടർ സണ്ണി ജാസ്മാനെങ്കിൽ തണലിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി ക്ലബിലെ അംഗങ്ങൾ എല്ലാം ഒറ്റവാക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അങ്ങനെ നമസ്കാരം ചെയ്യുക. To introduce our chief guest, Mr. Pradeep KP, I welcome line Advocate George Bogan. എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതേസമയത്ത് തന്നെ ഈ ഒരു സർവീസ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടിയും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ജോണി അറത്ത് ഇപ്പോൾ ഈ അധ്യക്ഷനായി മാറുകയും ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രസിഡന്റായി ചാർജെടുത്ത ജോണി, ആരാധനായ ഓണറബിൾ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് KP പ്രദീപ്, അധ്യക്ഷ വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ ലയൺസ് സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് പാലാ ലയൺസ് ക്ലബിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനവും സന്തോഷവും. അതിനുമായി അന്തരിച്ച
വളരെയധികം connected. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്തു തീർത്ത ഒരു ടീമാണ് ഇന്ന് പുറത്തേക്ക് പോയി പുതിയ ആൾക്കാർക്ക് സ്ഥാനം കൈമാറുന്നത് ഒഫീഷ്യലെ. ജോണി It's now time to extend our thanks to this occasion. More but meaningful topic to present to our esteemed guest, as we suggested to give him something that he could pass on to someone else. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ പാലാ ലയൺസ് ക്ലബ്ബിൽ വന്ന് ലയൺസിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കൊല്ലത്തെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തിയ PSCTക്ക് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നൊപ്പം എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ അഡ്വക്കേറ്റ് CJ ജോണിക്ക് അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്കും ചീഫ് ഗസ്റ്റ് and other dignitaries from the dais and of the dais today in Toronto. ഞാൻ വളരെ മുഖ്യാതിഥി ആദരണീയ ജില്ലാ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി മാനസിക MLA ഇൻചാർജ് ഓഫീസർ PDG MGF മാർഗി ജോസ് വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ലയൺസ്